നമ്മുടെ പാരൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കുട്ടികളുടെ ഈ എക്സാം ടൈം എന്ന് പറയുന്നത്. സോ അവരെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ടിപ്സാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എ മൈൻഡ്ഫുൾ പാരൻറ്റ്. നമ്മുടെ വേർഡ്സും ആക്ഷൻസും എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു അനാസ്ഥ പോലും അവരെ വളരെ ബുദ്ധിമുട്ടിലാക്കും. സോ ബി എ മൈൻഡ്ഫുൾ പാരൻറ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ പീസ്ഫുൾ എൻവിറോൺമെൻറ്റ്. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടി വി വോള്യൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള റിലേറ്റീവ്സിൻ്റെ കൂടെയോ നെയ്ബേഴ്സിൻ്റെ കൂടെയോ അധിക ശബ്ദത്തിൽ സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കുട്ടികളുടെ അടുത്ത് ചോദിക്കുക, ഡെയിലി ബേസിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണോ സ്റ്റഡീസിൽ എന്നുള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടേതായ റൊട്ടീൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ തല കടത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരുടെ സ്ട്രാറ്റജിയിൽ ഒരിക്കലും നമ്മൾ ഇൻവോൾവ് ആകരുത്. അത് അവരെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആക്കും, അവരുടെ പഠനത്തിലെ കാഴ്ചപ്പാടിനെ തന്നെ ബാധിക്കും അത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇൻവോൾവ് ആകാണ്ടിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, ഹെൽത്തി ഫുഡ്സ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പാരൻസിൻ്റെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, അവർക്കുള്ള ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പാരൻസ് അല്ലേ. അപ്പം നമ്മുടെ കുട്ടികൾ, അത് എത്ര കുഞ്ഞു കുട്ടിയാണെങ്കിലും എത്ര വലിയ പിള്ളേരാണെങ്കിലും അവരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ അവർക്കുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് വളരെ ഷാർപ്പനും സ്ട്രെങ്തനുമാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റൊട്ടീൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. അവർക്കുള്ള പ്രോപ്പർ റൊട്ടീനിൽ അവർക്ക് നല്ല രീതിക്കുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ, അവർ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് മോണിറ്റർ ചെയ്യുക. അതിലെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഏറ്റവും വലുതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തുക. അവരെങ്ങനെയും ആയിക്കോട്ടെ, മാർക്കല്ല അവരെ ഡിഫൈൻ ചെയ്യണതെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും കൂടെ തന്നെ നിൽക്കുക എന്നുള്ളത്. ബി എ സപ്പോർട്ടീവ് പാരൻറ്റ്. താങ്ക് യു.